ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഒരപ്പൂപ്പന് വഴി കിടന്നൊരു റേഡിയോ കിട്ടുന്നു. ഈ റേഡിയോ റിപ്പയർ ചെയ്ത് അയാൾ ഓണാക്കി കഴിയുമ്പോൾ ഒരു ഭീകര സത്വരൂപം, ഒരു സ്ത്രീ രൂപം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ശബ്ദമുണ്ടാക്കിയാൽ, ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ അതവരെ ആക്രമിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി തീമിലുള്ള സൗണ്ട് ഓഫ് സൈലൻസ് എന്ന ഫാന്റസി മൂവിയെ കുറിച്ചിട്ടാണ്. നിങ്ങളിൽ ആരൊക്കെ പ്രണയിച്ചിട്ടുണ്ട്? വാലന്റൈൻസ് ഡേ വരവായി. ഈ പ്രണയദിനം നമുക്ക് കൂക്കു FM കൂടെ ആസ്വദിക്കാം. MDയുടെ വിമലയും അവളുടെ പ്രണയവും ആസ്വദിക്കൂ. ക്യാമ്പസ് പ്രണയകഥകൾ, പ്രണയ നോവുമായി റോമിയോ ജൂലിയറ്റ്, ഒരു സോഫ്റ്റ്വെയർ പ്രണയകഥ. അതുമാത്രമല്ല, ലോകപ്രശസ്ത ക്ലാസിക് പ്രണയങ്ങൾ, ഇവയുടെ എല്ലാ ശേഖരങ്ങളും ഇപ്പോൾ കൂക്കു FM ലഭ്യമാണ്. കൂക്കു കേൾക്കൂ, പ്രണയത്തെ അറിയൂ. ഈ മാസം 12 മുതൽ 16 വരെ മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ 60% ഓഫറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂക്കു കേൾക്കൂ, പ്രണയത്തെ അറിയൂ. ആപ്ലിക്കേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് Love60 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60% ഡിസ്കൗണ്ട് ലഭിക്കും. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരമ്മൂമ്മയും അപ്പൂപ്പനും താമസിക്കുന്ന ആളൊഴിഞ്ഞ സ്ഥലത്തുള്ളൊരു വീട്, ഒരു വലിയ വീട്. അവിടുത്തെ അപ്പൂപ്പന് പഴയ സാധനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പഴഞ്ചൻ റേഡിയോ കിട്ടുന്നു. അത് അപ്പൂപ്പൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മൂമ്മ അപ്പൂപ്പന് വേണ്ടി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. പീറ്റർ പീറ്റർ എന്ന് വിളിച്ചിട്ട് അമ്മൂമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പൂപ്പനെ വിളിക്കാൻ വരും. അപ്പൂപ്പനാണെങ്കിൽ തിരക്കിട്ട പണിയിലാണ്, ആ റേഡിയോ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ വരാം, നീ പൊയ്ക്കോന്ന് പറഞ്ഞ് അമ്മൂമ്മയെ പറഞ്ഞു വിട്ട് അപ്പൂപ്പൻ അത് ഓണാക്കും. പാട്ട് കേൾക്കുന്നുണ്ട്, എന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. കറക്റ്റ് വാച്ചിൽ 9:30 മണിയാവുമ്പോൾ ഈ റേഡിയോയിൽ ആരോ ക്വൈറ്റ്, ബി ക്വൈറ്റ്, മിണ്ടരുത്, അയാൾക്ക് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാം, ബി ക്വൈറ്റ് എന്ന് പറയുന്നു. ഇതെവിടുന്നാണ് ശബ്ദം വരണമെന്നറിയാൻ വേണ്ടി അപ്പൂപ്പൻ റേഡിയോയ്ക്കടുത്ത് പോകുമ്പോഴാണ് ക്വൈറ്റ് ക്വൈറ്റ് എന്നൊരു ഗർജന ശബ്ദം. പേടിച്ചങ്ങേര് റേഡിയോ ഓഫാക്കും. ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. വീണ്ടും അങ്ങേര് ഓണാക്കാണ്. പാട്ട് കേൾക്കുന്നു. പാട്ടിനൊപ്പം തന്നെ ഒരു സ്ത്രീ രൂപവും പുറംതിരിഞ്ഞ് നിൽപ്പുണ്ടാവും. ഇങ്ങേര് റേഡിയോ ഓഫാക്കുമ്പോൾ ആ രൂപത്തെ കാണുന്നില്ല. വീണ്ടും ഓണാക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും ഓഫാക്കും, കാണുന്നില്ല. വീണ്ടും ഓണാക്കുമ്പോൾ അത് ക്വൈറ്റെന്ന് ഒച്ച വെച്ച് അപ്പൂപ്പന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങേര് ഓഫാക്കി. എന്നാ പിന്നെ എഴുന്നേറ്റ് പോയാ പോരെ. ഇയാളത് വീണ്ടും ഓണാക്കുന്നു. പാട്ട് കേൾക്കാം. പെട്ടെന്ന് ആ സ്ത്രീ പുറകെ വന്ന് ഈ റേഡിയോ ഓഫാക്കി കളയും. അപ്പൂപ്പൻ പേടിച്ചെഴുന്നേറ്റ് അവിടുന്ന് മാറിപ്പോകാൻ നിൽക്കവേ ഒരു കളിപ്പാട്ടത്തി കാല് തട്ടി ശബ്ദം ഉണ്ടാവുകയാണ്. 2 കൈകൾ വന്ന് അപ്പൂപ്പനെ പൊക്കിയെടുക്കും. മോളിൽ നിന്ന് ആരോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് അമ്മൂമ്മ പീറ്റർ പീറ്റർ എന്ന് ചോദിച്ചിട്ട് സ്റ്റെയർ കേസിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ എന്നൊരു ശബ്ദം കേൾക്കാം. പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. കട്ട് ചെയ്താൽ മറ്റൊരു നഗരം. അവിടെ ഒരു പെൺകുട്ടി പാട്ട് പാടുന്ന ഓഡീഷനിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല. ഓഡീഷൻ നേരെ ചെയ്യാൻ കഴിയുന്നില്ല. നെർവസായി തിരിച്ച് വീട്ടിലേക്ക് വരും. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. തനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞില്ല, താൻ പരാജയപ്പെട്ടു പോയി എന്നവൾ പറയുമ്പോൾ ബോയ് ഫ്രണ്ട് സമാധാനിപ്പിക്കുകയാണ്. കുഴപ്പമില്ല, അടുത്ത തവണ നീ നിന്റെ ടാലന്റ് കാണിച്ചാൽ മതി. നിനക്ക് ഒരുപാട് കഴിവുണ്ട്, പേടിക്കണ്ട. പഴയ അതേ ജഡ്ജ് ആയതുകൊണ്ടാണ് നീ പേടിച്ചത്. ശരിയാവും, നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണിനൊരു കോള് വരുന്നത് നാട്ടിൽ നിന്ന്. അമ്മയാണ് വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവൾ ഇറ്റലിയിലേക്ക് തിരിച്ചു പോകണം. സോ നേരത്തെ കണ്ട അപ്പൂപ്പനും അമ്മൂമ്മയും ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയാണ്. അവൾ ഒറ്റയ്ക്ക് വിടാൻ ബോയ് ഫ്രണ്ട് തയ്യാറല്ല. ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബാഗിന്റെ സിബ് അടയ്ക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ കാറിന്റെ ഡിക്കി തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ഇറ്റലിയിലേക്ക് എത്തി. വെറുതെ കുറെ യാത്ര ചെയ്യുന്ന ക്ലിപ്പ് കാണിക്കാതെ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് എത്ര പെട്ടെന്ന് അവർ അടുത്ത സീനിലേക്ക് പോയത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ ഒരു പ്രത്യേക രസമാണ്. പഴമയാണ്, എന്നാലും നീറ്റായിരിക്കും. അവിടുത്തെ ആശുപത്രിയിലേക്ക് മോൾ ഓടി വരും. അമ്മ എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, എനിക്കറിയില്ല, അവരെന്നെ ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പൊ മോള് എന്തുപറ്റി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് ചെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, അച്ഛൻ ഇപ്പോഴും ഷോക്കിലാണ്, സ്റ്റെയർ കേസിൽ നിന്ന് അങ്ങേരെ വീണു, ചില എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, ബോധം വന്നിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നുമില്ല, പുള്ളി സ്വഭാവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ കുഴപ്പം അതല്ല, നിങ്ങളുടെ അമ്മയുടെ കയ്യിലും കാലിലും കഴുത്തിലുമെല്ലാം ചതവിന്റെ പാടുകളുണ്ട്, ഒരു മൽപ്പിടുത്തം നടത്തിയതിന്റെ പാടുകളുണ്ട്. ഒരുപക്ഷെ അമ്മ പ്രതിരോധിക്കാൻ ശ്രമിച്ചതായിരിക്കാം. എന്തായാലും അമ്മയാണോ അച്ഛനെ തള്ളിവിട്ടെ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അമ്മയുടെ ഒബ്സർവേഷനിൽ വെക്കാം. നാളെ എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് ചോദിക്കാം. നിങ്ങൾ പൊക്കോളൂ എന്ന് ഡോക്ടർ പറയും. തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് മോള്, അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഒരു ഷോക്കിലാണ്, നാളെ അച്ഛന് റെഡിയാവും, ഇന്ന് രാത്രി അമ്മ ഇവിടെ താമസിക്കണം, ഒബ്സർവേഷനിൽ അവരെടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്, നാളെ കാലത്ത് നമ്മൾ സംസാരിക്കാം എന്ന് മോള് പറയും. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോളെ അങ്ങേരെന്നെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അത് നിന്റെ അച്ഛനായിരുന്നില്ല, മറ്റെന്തോ ആണത്. മോള് പറയും, നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം, അമ്മ പേടിക്കാതെ.
ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അത് കേട്ട അമ്മ പേടിച്ചിട്ട്, പോകരുത്, നീ വീട്ടിലേക്ക് തിരിച്ചു പോകരുത്, അങ്ങോട്ട് പോകരുത്. അമ്മയുടെ കാർ എടുത്തോ, വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് താമസിക്കും, അതാണ് നല്ലത്, മക്കൾ പോകരുതേ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് മാറിപ്പോകും. അപ്പോൾ ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്യട്ടെ എന്ന്. എന്നാൽ മോള് സമ്മതിക്കില്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം, അവിടെ എന്താണ് സംഭവിച്ചെന്നറിയണം. അങ്ങനെ ഇവര് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. കാടിന് നടുവിലായിട്ടൊരു വീടുണ്ട്, അവിടെ നിറയെ മരങ്ങളുണ്ട്. വീടിന്റെ ഡോറ് തുറക്കുമ്പോൾ കൊയെന്ന് ശബ്ദിക്കുന്ന, വളരെ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഒരു സേഫ്റ്റി അലാം ഉണ്ട് ഇവരെ വീട്ടിൽ. അത് അവൾ ഓഫാക്കും. അത് കഴിഞ്ഞ് ബോയ് ഫ്രണ്ടിനോട് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇത് ഇവൾക്ക് വേണ്ടി മാത്രമായിട്ട് അച്ഛൻ ഉണ്ടാക്കി കൊടുത്താണ്. ചെറുപ്പത്തിൽ അച്ഛനും ഇവളും കൂടി ഇവിടെ പാടുമായിരുന്നു. എത്ര ഉച്ചത്തിൽ വേണേലും പാടാം, അയൽക്കാർക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സ്വന്തമായ ഒരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മണ്ടയിലേക്ക് ഇവള് ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകും. അവിടെയാണ് കൂടുതൽ സമയം അച്ഛൻ ഇരിക്കുക, പഴയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട്. അച്ഛൻ ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ, നീ താഴെ പോയിക്കോ, ഫുഡിന് എന്തെങ്കിലും എടുത്തു വെക്ക് എന്നവൾ പറയും. ഇയാൾ താഴെ പോകുന്നു. ആ സമയത്ത് നമ്മുടെ നായിക മെല്ലെ ഈ റേഡിയോ ഓണാക്കുന്നുണ്ട്. അതിന്ന് പാട്ടും കേൾക്കാം. ഇപ്രാവശ്യം ചുറ്റുമൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അവൾ കുറച്ചേരം പാട്ടൊക്കെ കേട്ടിട്ട് താഴെ അച്ഛൻ്റെ മുറിയിലേക്ക് വരും. അവിടെ ഒരു ടൈപ്പ് മെഷീൻ ഉണ്ട്, ടൈപ്പ് റൈറ്റർ. അത് അവളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴാണ് അതിലാരോ ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ ആരാണ് ടൈപ്പ് ചെയ്യുക? അച്ഛൻ അങ്ങനെ ചെയ്യോ? എന്താ അവിടെ സംഭവിച്ച് എന്നിവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാമുകം വിളിക്കും, മോളെ ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഫ്രിഡ്ജിൽ കഴിക്കാനും പാകത്തിനൊന്നുമില്ല. സോ എന്ത് ചെയ്യാ, ഇനി ഞാൻ പുറത്ത് ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. എന്തായാലും കാർ എടുക്കുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങാനും പെട്ടെന്ന് കോള് വന്നാലോ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സൈക്കിൾ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അയാൾ സൈക്കിളും ചവിട്ടി അടുത്ത് എവിടെയെങ്കിലും കടയുണ്ടോയെന്ന് അന്വേഷിച്ച് പോവാണ്. ഇവരെ വീടാണെങ്കിൽ ഒഴിഞ്ഞ ഭാഗത്തും കാടിന് ഇടയിലും അല്ലേ, അടുത്തെങ്ങും കടകളൊന്നും കാണുന്നില്ല. കുറെ ദൂരം വരുമ്പോൾ ഹൈവേയുടെ ഭാഗത്തായിട്ട് ഒരു വാൻ തട്ടുകട കാണാം, ബാറും കൂടിയാൻ തോന്നുന്നുണ്ട്. അവിടെ ചെന്ന് നമ്മുടെ അണ്ണൻ 2 സാൻഡ്വിച്ച് ഓർഡർ ചെയ്യും. എന്തായാലേ 2 സാൻഡ്വിച്ച് തീർന്നു അത്താഴം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ നേരത്താണ് പേഴ്സ് മറന്നു വെച്ചതായിട്ട് അവൻ മനസ്സിലാക്കുക. കാശെടുത്തില്ല, എന്നോട് ക്ഷമിക്കൂ, നാളെ തന്നാ മതിയോ, ഇവിടെ അടുത്ത് തന്നെ താമസം എന്ന് പറയുമ്പോൾ ആ പെണ്ണ് തരാൻ പറ്റില്ല, തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല, പിന്നെ വഴി പോകുന്നവർക്ക് കൊടുക്കാനല്ല ഞങ്ങളിത് തുറന്നു വെച്ചിരിക്കുന്നത്, താൻ പോയി കാശെടുത്തിട്ട് വാന്ന് പറയും. ശരിയെന്ന് പറഞ്ഞവൻ തിരിയുമ്പോഴാണ് മനസ്സിലാവുക തന്റെ സൈക്കിളും ആരോ കട്ടെടുത്തോണ്ട് പോയി കഴിഞ്ഞു. ഇനി നടന്നു വേണം വീട്ടിൽ പോവാൻ. അങ്ങനെ അവൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഹീറോയിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അച്ഛന്റെ പഴയ ശബ്ദങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ക്ലോക്കിൽ കറക്റ്റ് 9:30 മണിയായി. 9:30 മണിയാവുമ്പോൾ മുകളിലത്തെ റേഡിയോ തനിയെ ഓണാവുന്നുണ്ട്. അതിന്ന് പാട്ട് കേൾക്കാം. ഇവളെന്തേലും പാടട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രമിക്കുമ്പോൾ ചെറുതായിട്ട് വാ തുറന്നിട്ടേ ഉള്ളൂ, ഓ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ബി ക്വൈറ്റ്, ഹി ക്യാൻ ഹിയർ അസ്, ബി ക്വൈറ്റ്. ഇവക്ക് മനസ്സിലായില്ല ഇത് എവിടുന്ന് ഈ ശബ്ദം വരുന്നത്. അവള് പാട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ. വോയിസ് കുറയ്ക്കും, അതിലെ നോയ്സ് സൗണ്ടുകൾ കുറയ്ക്കും. നാ വീണ്ടും ശബ്ദം കേൾക്കുന്നു, ക്വൈറ്റ് ക്വൈറ്റ്. പേടിച്ചവള് ചുറ്റും നോക്കുമ്പോൾ ഒന്നിനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. സ്റ്റുഡിയോയുടെ ഡോറ് തുറക്കുമ്പോഴാണ് മോളിന്ന് മച്ചിന്ന് റേഡിയോയുടെ ശബ്ദം കേൾക്കുന്നത്. ഇവള് മെല്ലെ ആ പത്തായപ്പുര ചെന്ന് ഈ റേഡിയോ ഓഫ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പുറകീന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം ഷുന്ന്. മറ്റൊരു കൈ വന്ന് ആ റേഡിയോ ഓഫാക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചെന്നറിയില്ല. ഇവൾ ഒന്നുകൂടി റേഡിയോ ഓണാക്കുമ്പോൾ ആ സ്ത്രീ രൂപത മുന്നിൽ നിൽക്കുന്നു. ഞാൻ ഓഫാക്കിയപ്പോ വീണ്ടും പോയി, ഓണാക്കിയപ്പോൾ വീണ്ടും വരുന്നു. അവളുടെ അപ്പം കാണിച്ച അതേപോലെ ഈ പെണ്ണ് കാണിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇവൾക്കൊരു ഫോൺ കോൾ വരും. ആ കോൾ എടുക്കാൻ വേണ്ടി ഇവള് ലിവിംഗ് ഏരിയയിലേക്ക് ഓടിപ്പോകുന്നു. ഈ റിങ് അടിക്കുന്നതിനനുസരിച്ച് പുതിയൊരു രൂപം കൂടി കാണാം, ഒരു പുരുഷ രൂപം. അതിങ്ങനെ മിന്നി മറയുന്നുണ്ട്. കറക്റ്റ് ഫോൺ എടുക്കാൻ നേരം മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അപ്പണ്ട് ഇവളെ വീട്ടിലെ ലാൻഡ് ലൈൻ റിങ് ചെയ്യുന്നു. ട്രൂൺ 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 ട്രൂന്ന് ഒരുപാട് ശബ്ദം വന്നാൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൾ ഓടിച്ചെന്ന് റിസീവർ എടുത്ത് മാറ്റുകയുള്ളൂ. പുറകി വന്ന രൂപം മാഞ്ഞുപോയി. ഈ നേരം നമ്മുടെ കാമുകൻ വിദൂര പാതയിലൂടെ വൃഷ്ണാന്തനായി ഇങ്ങനെ നടന്നു പോവാണ്. ഈ നേരം ഈ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ പെണ്ണ് ഈ വീട് വിട്ട് ഇറങ്ങി ഓടിയാലോ എന്നും പറഞ്ഞ് മെല്ലെ ഓടി വരാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പം, കറക്റ്റ് ഡോറിന്റെ മുന്നിലായി ഒരു രൂപം കാണാം. വേറെ ശബ്ദമൊന്നുമില്ല വീട്ടില്. പക്ഷെ പാറ്റയും ഈച്ചയൊക്കെ പറക്കുമ്പോൾ അതിനെ പിടിക്കാനും കൊല്ലാനും വേണ്ടിയുള്ള മെഷീനുണ്ട്. അതിൽ ഈച്ച വന്ന് പെടുന്ന സമയത്തൊരു ശബ്ദം വരില്ലേ, അങ്ങനൊരു ശബ്ദം. ഇത് വരുന്ന സമയത്ത് ആ രൂപം കാണാം. കറക്റ്റ് രൂപമില്ലാത്ത സമയം നോക്കി ഇവൾ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ പുതിയൊരു ഈച്ച ആ മെഷീനിൽ പെടും. ഇവളെ ആ പുരുഷരൂപം കഴുത്തെ പിടിച്ച് പൊക്കുന്നു. ശബ്ദം പോയ ഉടനെ ആ രൂപവും പോയി. പക്ഷെ വീടിന്റെ എല്ലാ ജനലുകളും അടയും, പല ലൈറ്റുകളും ഓഫാവും, ഡോറും അടഞ്ഞു. ഇവൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ടൈപ്പ് റൈറ്ററിൽ വീണ്ടും ഹെൽപ്പ് എന്ന് ആരോ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഇവള് കാണാം. ഇവളതിൽ വോ ആർ യു, നീ ആരാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു വാക്യം കൂടി ടൈപ്പ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് ഏതോ ഒരാളുടെ 2 കൈകൾ വന്ന് ഈ ടൈപ്പ് റൈറ്റർ പൊക്കിയെടുത്തോണ്ട് പോകുന്നു. പെണ്ണ് പേടിച്ച് വീണ്ടും മച്ചുമുറിയിലേക്ക് വരും. അവിടെ വെച്ച് ഇവളുടെ കാല് കളിപ്പാട്ടത്തിൽ കൊള്ളുമ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപം ഇവളുടെ മുന്നിൽ വന്ന് മിന്നി മറിഞ്ഞിട്ട് പോകും. അത് ഈ റേഡിയോ ഓഫാക്കിയിട്ടാണ് ഓടിപ്പോവുക. പോയി മറിഞ്ഞിട്ട് ഒരു പാവ ഇവളുടെ മുന്നിലേക്ക്
വെച്ചിട്ട് പോ. നമ്മ പൊണ്ണ് റേഡിയോ വീണ്ടും ഓണാക്കുന്ന സമയത്ത് ഈ പാവ അവളുടെ അടുത്തേക്ക് വരുന്നു. ഓഫാകുമ്പോൾ കാണാതെ പോകും. വീണ്ടും ഓണാക്കുമ്പോൾ അടുത്തേക്ക് വരുന്നു. അവസാനം ഓണാക്കിയപ്പോൾ ബൊമ്മയല്ല, ഒരു പെണ്ണെന്നെ ഇവളുടെ അടുത്തേക്ക് വന്നു. പുറകിൽ നിന്ന് ഒരു അമ്മച്ചി പ്രേതം ക്വൈറ്റ് ഒച്ച വെക്കല്ലടീ എന്ന് പറഞ്ഞ് ഇവളെ തള്ളി വിടാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോഴേക്കും വേറൊരു പുരുഷൻ വന്ന് ഇവളെ ഒറ്റയടിക്ക് പിടിച്ച് വലിച്ചു നിലത്തേക്കിടും. കണ്ണ് തുറക്കുമ്പോൾ അവള് ബോധം കെട്ട് കിടക്കായിരുന്നു. ബോധം കെട്ട് കിടന്നത് കൊണ്ടാണല്ലോ അവള് കണ്ണ് തുറന്നു. കണ്ണ് തുറക്കുമ്പോൾ പ്രത്യേക എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല. ശരി പോട്ടെ. അവിടെ നിന്ന് അവൾ എഴുന്നേറ്റ് ഓടി അവളുടെ സ്റ്റുഡിയോയുടെ അകത്തേക്ക് വരും. എന്നിട്ട് വീണ്ടും ഈ ഹെഡ്ഫോൺ എടുത്തു വെച്ച്, നീ ആരാണ്? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ക്വൈറ്റ്, മിണ്ടാതിരിക്കും. അവന് നമ്മളെ കേൾക്കാം. ഒരു സ്ത്രീയുടെ ശബ്ദം. ഇവള് ചോദിക്കും, ആർക്ക് നമ്മളെ കേൾക്കാം? അപ്പൊ ഒരു പുരുഷന്റെ ശബ്ദം. എനിക്ക്. ചിരിയൊന്നുമില്ല, എന്നാലും എനിക്ക്. അങ്ങനെ ഒരു ശബ്ദം. അപ്പൊ ഇവള് പേടിച്ചിട്ട് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പൊ ആ പുരുഷ ശബ്ദം, എനിക്ക് നിന്നെ കൊല്ലണം എന്ന് പറയും. ഇവള് പേടിച്ച് അരണ്ട് പോവാണ്. ഈ നേരത്താണ് കാമുകൻ ചെക്കൻ വീട്ടിലേക്ക് വരുന്നത്. അവൻ വന്ന് കിരണോന്ന് ബെല്ലടിക്കുന്നുണ്ട്. ആരും തുറക്കുന്നില്ല. പക്ഷെ കിരണോ ബെല്ല് അടിക്കുന്ന സമയം ഓരോ ബെല്ലിനും ഒരു രൂപം മെല്ലെ മെല്ലെ ഡോറിനടുത്തേക്ക് നടന്നു പോകുന്നു. മെയിൻ ഡോർ തുറക്കുന്നില്ല. ബേസ്മെന്റിലെ ഡോറ് മെല്ലെ തുറന്നു വരുന്ന കാണാം. ഇത് കണ്ട കാമുകൻ ബേസ്മെന്റ് വഴി അകത്തേക്ക് കയറും. ഈ സമയം നമ്മുടെ പെണ്ണ് ഫോൺ ചാർജിലിട്ട് അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോളൊന്നും പോകുന്നില്ല. ഇവിടെ ബേസ്മെന്റിനകത്ത് കയറിയ കാമുകൻ എമാ എന്ന് വിളിക്കുന്നുണ്ട്. ഇവന്റെ ശബ്ദം വരുന്ന സമയത്ത് ആ പ്രേതം മിന്നി മാറുന്നു. ഇപ്പൊ ഇതാ ഒരു ഷർട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അണ്ണൻ. ഹൈ, ഹലോ. ഇവൻ ആ ഷർട്ടിന്റെ അനക്കം കണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് പെട്ടെന്ന് വാഷിംഗ് മെഷീൻ തനിയെ ഓണാവുന്നു. ആ മെഷീന്റെ ശബ്ദം നിലനിൽക്കെ 2 കൈകൾ വന്ന് ഇവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകും. ഈ നേരം ഹീറോയിൻ സെബ, നീ എവിടെയാണെന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. റിസീവ് ആകുന്നില്ല. കാരണം സ്റ്റുഡിയോയുടെ അകത്ത് റേഞ്ച് ഉണ്ടാവില്ല. ഇവള് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഇവളുടെ മെസ്സേജ് ഡെലിവർ ആയിട്ടില്ല. പക്ഷെ അവന്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ഞാൻ പേഴ്സ് മറന്നു, തിരിച്ചു വന്നിരിക്കുകയാണ്. ആർ യു ഓക്കെ? ഞാൻ പുറത്തുണ്ട്, ഐ എം ഔട്ട്സൈഡ്. ഇവൾ അവന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കും. ബേസ്മെന്റിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഇവൾ ഓരോ ലെറ്ററായിട്ട് അവന് മെസ്സേജ് അയച്ചിട്ട് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. തലയെ കൈവച്ച് നമ്മുടെ ചെക്കൻ ഇരിപ്പുണ്ടാവും. ഇവൾ അവന്റെ വാ പൊത്തി വിളിച്ചുകൊണ്ട് വരും വീടിനകത്തേക്ക്. ഒച്ച വയ്ക്കല്ലേ, നമുക്ക് സംസാരിക്കാൻ പാടില്ല, ആരോ ഇവിടെ ഉണ്ട് എന്ന് ഇവൾ എഴുതി കാണിക്കും. നീ ആരെങ്കിലും കാണുന്നുണ്ടോ? നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? അപ്പൊ അവൻ തിരിച്ചെഴുതി കാണിക്കും, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഉടനെ ഇവള് ടിവിയുടെ വോളിയം കൂട്ടി വെച്ച് ചുറ്റും ശ്രദ്ധിച്ച് നോക്കാണ് എന്തെങ്കിലും വരുന്നുണ്ടോന്നറിയാൻ. ഒന്നും വരുന്നില്ല. അപ്പൊ ഇവൾ എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ഇവളുടെ സ്റ്റുഡിയോയിലേക്ക് പോകും. എന്നിട്ട് ഹെഡ്ഫോൺ കൊടുത്ത്, നിനക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൻ ഹെഡ്ഫോൺ വെച്ചിട്ട്, ഇല്ല, എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവള് വാങ്ങി നോക്കുമ്പോ ഇവൾക്ക് ശബ്ദം കേൾക്കാം. അവനുണ്ട്, അവിടെയുണ്ട്, അവൻ അവിടെ തന്നെയുണ്ട്. എവിടെ? നിനക്ക് പുറകിൽ. ഇവള് പേടിച്ച് തിരിയുമ്പോ ഇവളെ കൂട്ടുകാരനെ കാണുന്നില്ല, ബോയ്ഫ്രണ്ടിനെ കാണുന്നില്ല. ജോസേ എന്ന് വിളിച്ച് ഇവളെ ലിവിംഗ് ഏരിയയിലേക്ക് വരികയാണ്. ഹാളിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ബോയ്ഫ്രണ്ട് ഇരിപ്പുണ്ടാവും. പക്ഷെ അവന്റെ ഇരുത്തത്തിനും നോട്ടത്തിനൊക്കെ എന്തൊക്കെയോ ഒരു വശപ്പശക്ക്, രൂപമാറ്റം. അവൻ ആളെ മാറിപ്പോയിരിക്കുന്നു. അവന് പുറകിൽ ഒരു സ്ത്രീ രൂപം കാണും. ആ രൂപം ഇവളോട് മിണ്ടരുതേ എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കും. കണ്ണൊക്കെ പുറത്ത് തള്ളിയ അവളുടെ കൂട്ടുകാരൻ യമാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടി വന്ന് ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും. ഇവൾ അവനെയും തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവൻ മുടി പിടിച്ച് വലിക്കുമ്പോൾ ഇവള് വാവിട്ട് കരയും. അവൻ ആ ശബ്ദം താങ്ങാൻ പറ്റില്ല. ഒരുപാട് ഒച്ച വെച്ചാൽ അവന് താങ്ങാൻ പറ്റില്ല. അപ്പണ്ട് പുറകീന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. ഇയാൾ തിരിഞ്ഞു നോക്കവേ ആ പെൺകുട്ടി ഓടിപ്പോയി കളയും. ആ കിട്ടിയ ഗ്യാപ്പിന് ഹീറോയിനും അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ അവളും മച്ചിലേക്ക് വരികയാണ്. ഈ മച്ചി പെട്ടെന്നൊരു പെൺകുട്ടിയുടെ രൂപം വന്ന് ഇവളെ തള്ളിയിട്ട പെണ്ണ് പിന്നെ എഴുന്നേൽക്കുന്നത് മറ്റേതോ വീടിനകത്ത് വെച്ചിട്ടാണ്. അങ്ങനെ അവൾക്ക് തോന്നുകയാണ്. നോക്കുമ്പോൾ ആ വീടിനകത്ത് പാവങ്ങളായ ഒരു അമ്മയും മോളും ഉണ്ട്. കറക്റ്റ് 9:30 മണിയാവുമ്പോൾ അമ്മ മോളോട് പറയും, അച്ഛൻ വരേണ്ട സമയമായി, ഇനി നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഒരക്ഷരം മിണ്ടരുത്. അപ്പൊ മോള് ചോദിക്കും, അച്ഛൻ എന്താണ് പറ്റിയത്? അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അമ്മ പറയും, യുദ്ധം കഴിഞ്ഞ പിന്നെ അച്ഛൻ അങ്ങനെയാണ് മോളെ, അദ്ദേഹത്തിന് ശബ്ദം ഇഷ്ടമല്ല, ശബ്ദം ഉണ്ടായാൽ അങ്ങേര് വയലന്റ് ആവും, നമ്മളത് നോക്കി കണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് റേഡിയോ എല്ലാം ഓഫാക്കി വെക്കുന്നു. പിന്നീട് ശബ്ദമൊന്നുമില്ല. വളരെ സൈലന്റായി അപ്പൻ വരുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നാൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ് അമ്മ. അതുകൊണ്ട് തന്നെ കൈകാലുകൾ ഇടറിയിട്ട് പാത്രം നിലത്തേക്ക് വീഴും. അപ്പൻ ചെള്ള നോക്കി വലിഞ്ഞൊന്ന് പൊട്ടിക്കുന്നുണ്ട് അമ്മയ്ക്ക്. പാവം അമ്മ കരഞ്ഞുകൊണ്ട് മോളെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. കുറച്ചു കഴിഞ്ഞ് അപ്പൻ റിലാക്സ് ആയിരിക്കുന്ന സമയം മോള് അവളുടെ പാവ എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പാവ എടുക്കാൻ നേരം റേഡിയോ പെട്ടിയിൽ അറിയാതെ കൈപെട്ട് അത് പുറകിലേക്ക് വീണ് റേഡിയോ ഓണായി ശബ്ദം ഉണ്ടാവും. പെട്ടെന്ന് വയലന്റായ അപ്പൻ, ഇനി ആരും നിങ്ങളുടെ ശബ്ദം കേൾക്കരുതടി എന്ന് പറഞ്ഞിട്ട് അമ്മേനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും.
ഈ അമ്മേനെ കൊല്ലുന്ന കണ്ട മോള് കത്രിയെടുത്ത് അപ്പനെ കുത്തുന്നുണ്ട്. കുത്തുകൊണ്ട് അപ്പൻ മോളെയും കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. പക്ഷെ കുത്തു കൊണ്ടതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേരും അന്ന് മരണപ്പെട്ടു. ഈ സ്വപ്നം കണ്ട് ഹീറോയിൻ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരൻ അവളുടെ മേത്ത് കയറിയിരുന്ന അവളെ കഴുത്തി പിടിച്ച് ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇവൾ ആ കളിപ്പാട്ടം കൊണ്ട് അവന്റെ മണ്ടയ്ക്കടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് ഇവളുടെ സ്റ്റുഡിയോക്കകത്തേക്ക് വരും. അവൻ വിടുന്നില്ല. അവൻ പുറകെ ഇവളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ സ്റ്റുഡിയോക്കകത്ത് ആരെയും കാണാനില്ല. അവൻ അകത്ത് കയറുന്ന നേരം ഇവള് പുറത്തേക്ക് ഇറങ്ങി ലോക്ക് ചെയ്തു. എന്നിട്ട് മൊബൈലില് ബ്ലൂടൂത്തി അകത്തുള്ള സിസ്റ്റത്തിൽ ഒച്ചത്തിൽ അവിടെ ഉള്ളതിന്റെ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ പാട്ട് വെച്ച് കൊടുക്കുള്ളൂ. അവൻ ആ ശബ്ദം താങ്ങാൻ പറ്റില്ല. കുറെ നേരം കടന്ന് പെടഞ്ഞിട്ട് അവിടുത്തെ സിസ്റ്റം എല്ലാം അവൻ തല്ലി പൊട്ടിക്കും. ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ വീട്ടിലെ ഒച്ചയുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഓണാക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മച്ചിന്റെ മണ്ടയിലേക്ക് വരും. അവൻ വിടുന്നില്ല. ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് ഇവനും വരും മച്ചിന്റെ മണ്ടയിലേക്ക്. ഇനി നീ എന്താണ് ചെയ്യാൻ പോണെന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് കൊല്ലുവടാ നിന്നെന്നും പറഞ്ഞവള് വീടിന്റെ സൈറൺ ഓണാക്കുക. അത് ഭയങ്കര ശബ്ദമാണല്ലോ. സാധാരണ മനുഷ്യർക്ക് തന്നെ താങ്ങാൻ പറ്റില്ല. അവനാകെ വിറച്ച് പോവാണ്. അവനെ കൊണ്ട് കഴിയുന്നില്ല. പെട്ടെന്നാണ് ഇവളുടെ നിർഭാഗ്യത്തിന് കരണ്ട് പോവുക. അവന് ചിരി വരും ആ പ്രായത്തിന്. ഇനി കാണിച്ചരാടി എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഈ നേരത്താണ് റേഡിയോയിലൂടെ പഴയ മരിച്ച അമ്മയുടെയും മോളുടെയും ശബ്ദം കേൾക്കുക. അച്ഛൻ വീട്ടിലേക്ക് വരുന്നു. സമയമായി, നമുക്കിനി ക്വൈറ്റ് ഗെയിം കളിക്കാം. മിണ്ടാതിരിക്കണം. ഇനി ഒച്ച വെക്കരുത് സ്വീറ്റ് ഹാർട്ട്. അച്ഛൻ എന്താണ് സംഭവിച്ച അമ്മേ? അച്ഛൻ എന്താ ഇങ്ങനെ? പേടിക്കണ്ട മോളെ. അച്ഛൻ യുദ്ധത്തിലെ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്വഭാവം മാറിയതാണ്. അദ്ദേഹത്തിന് ശബ്ദം ഇഷ്ടമല്ല. ഈ ശബ്ദം കേട്ട് അയാൾ ഒരുപാട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുക ഈ പ്രേതമായിരുന്ന മനുഷ്യന് ശരിക്കും ശബ്ദത്തിനോടല്ല വെറുപ്പ്, തന്റെ ഭാര്യയോടും തന്റെ കുഞ്ഞിനോടുമായിരുന്നു അയാൾക്ക് വെറുപ്പ്. അവരുടെ ശബ്ദമാണ് സ്പെഷ്യലായിട്ട് അയാൾ വെറുത്തുകൊണ്ടിരുന്നത്. അവരെ വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ശബ്ദവും വെറുത്തത്. അതിനൊരു കാരണവും പറഞ്ഞ് ഇയാള് അവരെ കൊല്ലും ചെയ്തു. അല്ലേടാ, നീ നിന്റെ കുടുംബത്തെ അല്ലടാ വെറുത്തത് എന്ന് ഹീറോയിൻ പറയുന്ന സമയം അവളുടെ ഇടതും വലതും കൈകളിലേക്ക് അമ്മയും മോളും കൈകൾ കോർത്തു പിടിക്കും. അവരുടെ ശബ്ദമാണല്ലോ ഈ സൈത്താൻ വെറുത്തത്. അമ്മയും മോളും വാ തുറന്ന് ഒച്ച വെക്കും. ഇനിയും വെറുക്കടാ, വെറുത്ത് അങ്ങ് ഇല്ലാണ്ടായിപ്പോ, കുട്ടിക്കൃഷ്ണൻ ഇല്ലാണ്ടായിപ്പോ. ഒപ്പം നമ്മുടെ ഹീറോയിനും ഒച്ച വയ്ക്കും. അല്ല പിന്നൊരു കോറസ് ആയിക്കോട്ടെ. അങ്ങനെ ഇവർ 3 പേരും ഒച്ച വെച്ച് ആ ഒച്ച താങ്ങാൻ പറ്റാതെ കാമുകന്റെ ശരീരത്തുണ്ടായിരുന്ന ആ പ്രേതം അവനിന്ന് വിഘടിച്ച് പുറകിലേക്ക് പോയി ദൂരദർശൻ സിഗ്നൽ വരുന്ന പോലെ 2-3 തവണ മിന്നിയിട്ട് പ്ലിം കാണാതായി. ചുറ്റുമുള്ള എല്ലാവരെയും കാണാതായി. അങ്ങനെ ആ പ്രേതങ്ങളെല്ലാം മാഞ്ഞു പോയി. നമ്മുടെ ചെക്കനും പെണ്ണും മാത്രം അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. എല്ലാ സമാധാനം, സ്വസ്തി. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുടുംബത്തിലെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവരെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നമ്മുടെ പെണ്ണ് തിരിച്ച് ടൗണിലേക്ക് വരുന്നു. ഇപ്രാവശ്യം അവള് ഒരുപാട് ധൈര്യത്തോടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. ആ ഓഡിഷനിൽ വിജയിക്കുകയും ചെയ്യും. അവളുടെ പാട്ട് ഇപ്രാവശ്യം റെക്കോർഡ് ചെയ്ത് അത് കമ്പനിക്കാര് ഏറ്റെടുത്ത് പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഇവിടെ നേരത്തെ സൈക്കിള് കട്ട ഒരു കള്ളനില്ലേ, അവന് ഈ റേഡിയോ പെട്ടി റോട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടുന്നുണ്ട്. ഇയാള് അതെടുത്തോണ്ട് വന്ന് ഒരു പഴയ വിൽപ്പന കടയിലേക്ക് കൊടുക്കും. ആ അമ്മച്ചി ഒരു $10 കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടിട്ട് ഈ റേഡിയോ പെട്ടി വാങ്ങിച്ച് അതിനെ ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും റിപ്പയർ ആയെന്ന് തോന്നണു, ഓണാവണില്ല. ശരിയെന്ന് പറഞ്ഞത് മാറ്റി വെച്ചിട്ട് മറ്റൊരു സാധനം, പുതിയതായിട്ട് വന്ന മറ്റൊരു സാധനം, പഴയൊരു പെയിന്റിങ്, അത് ഇവളെടുത്ത് തുറന്നു നോക്കും. ഏതോ ഒരു ഡ്രാക്കുള അമ്മായിന്റെ മുഖമാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞൊരു തുണിയിട്ട് മൂടി ഇവള് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ വർക്ക് ചെയ്ത് രാത്രി ആവുന്ന സമയത്ത് ഈ തുണിക്കുള്ളിൽ നിന്നും ഒരു പൊന്ത സാധനം നിരങ്ങി പുറത്തേക്ക് വരുന്ന കാണും. എന്തോ ശബ്ദം കേട്ട് ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ആ പെയിന്റിങ് താഴത്തേക്ക് വീണ് നടക്കുന്നു. ഇവൾ ആ പെയിന്റിങ് എടുത്ത് നിവർത്തി വെക്കുമ്പോഴാണ് പെയിന്റിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന രൂപ എങ്ങോട്ട് ഇറങ്ങിപ്പോയിരിക്കണം. പുറകിലുണ്ടത്. പുറകിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴേക്ക് അവൾ തിരിയുമ്പോഴേക്ക് അതിനെ കാണുന്നില്ല. പെട്ടെന്നാണ് ആ ചിത്രത്തിനകത്ത് നിന്ന് 2 കൈകൾ വന്ന് ഇവളെയും വലിച്ചെടുത്തുകൊണ്ട് പോയി മെഴുങ്ങിയത്. ഇനി റേഡിയോ പാടുമ്പോൾ അത് പുറത്തേക്ക് വരും. എന്തായാലും അവിടെ വെച്ച് സൗണ്ട് ഓഫ് സൈലൻസ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then, it's bye from ഒരു കഥ സുരുട്ടുമാസ്.